സെക്രട്ടേറിയറ്റ് മാർച്ചിനിടെയുണ്ടായ അക്രമക്കേസിൽ കന്റോൺമെന്റ് പോലീസ് കസ്റ്റഡിയിലെടുത്ത യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തി. കേസിൽ 4-ാം പ്രതിയാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ. കസ്റ്റഡിയിലെടുക്കുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നു. പത്തനംതിട്ടയിൽ നിന്നാണ് കസ്റ്റഡിയിലെടുത്തത്. പത്തനംതിട്ടയിലെ വീട്ടിൽ നിന്നാണ് ഇദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്തത്. MG പ്രതീഷ് ടെലിഫോൺ ലൈനിൽ വീണ്ടും ചേരുന്നു. പ്രതീഷ്, എത്ര മണിക്കായിരുന്നു അദ്ദേഹത്തിൻ്റെ അറസ്റ്റ് കസ്റ്റഡിയിലെടുത്തത്? അറസ്റ്റ് രേഖപ്പെടുത്തിയത് എപ്പോഴാണ്? ഇത് യഥാർത്ഥത്തിൽ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ മുൻകൂർ ജാമ്യത്തിനോ ഒന്നും ശ്രമിച്ചിരുന്നില്ലേ? SKN ഇന്ന് രാവിലെ 6 മണിയോടെയാണ് തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷൻ പോലീസുകാർ അടൂരിലെ വീട്ടിലെത്തുകയും രാഹുൽ മാങ്കൂട്ടത്തിനെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിരിക്കുന്നത്. പോലീസിന്റെ അസാധാരണമായ ഒരു നടപടി എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഈ നേരത്തെ സെക്രട്ടേറിയറ്റിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചുമായി ബന്ധപ്പെട്ടുണ്ടായ അക്രമ സംഭവങ്ങളിലാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഒരു നടപടി ഉണ്ടായിരിക്കുന്നത്. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം പ്രതിപക്ഷ നേതാവ് VD സതീശൻ, ഷാഫി പറമ്പിൽ MLA, M വിൻസെന്റ് MLA, ഒപ്പം രാഹുൽ മാങ്കൂട്ടത്തിൽ, ഇവരെ പ്രധാനമായും പ്രതി ചേർത്തുകൊണ്ടായിരുന്നു അന്ന് കന്റോൺമെന്റ് പോലീസ് കേസെടുത്തത്. ഈ സംഭവത്തിൽ തന്നെ 24 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെയും കേസെടുക്കുകയും ഇവരെ റിമാൻഡ് ചെയ്യുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. ഈ കേസിൽ നിലവിൽ 4-ാം പ്രതിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. ഇന്ന് വളരെ അപ്രതീക്ഷിതമായിരുന്നു കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള സംഘം പത്തനംതിട്ട അടൂരിലെ വീട്ടിലെത്തുകയും രാഹുൽ മാങ്കൂട്ടത്തിനെ കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരിക്കുന്നത്. ഈ രാവിലെ വീട്ടിൽ ഈ പോലീസ് ഉദ്യോഗസ്ഥരെത്തുകയും തങ്ങളെ തട്ടി വിളിക്കുകയുമായിരുന്നു എന്നതാണ് രാഹുലിന്റെ വീട്ടുകാർ അടക്കം പറയുന്നത്. ഒപ്പം ഈ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന ഘട്ടത്തിൽ പ്രദേശത്തെ കോൺഗ്രസ് പ്രവർത്തകരും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും അടക്കം തടയാൻ ശ്രമിക്കുകയും ഉണ്ടായിട്ടുണ്ട്. 1-2 പ്രവർത്തകർ ഈ പോലീസ് ജീപ്പിന്റെ മുൻവശത്ത് കിടന്ന് കൊണ്ടുപോകാൻ അനുവദിക്കില്ല എന്ന തരത്തിൽ ഒരു പ്രതിഷേധമൊക്കെ തന്നെ നടന്നിരുന്നു. പിന്നീട് പോലീസ് ഇടപെട്ടാണ് ഈ പ്രവർത്തകരെ അവിടെ നിന്ന് മാറ്റുകയും ഒപ്പം രാഹുൽ മാങ്കൂട്ടത്തിനെ കസ്റ്റഡിയിലെടുത്ത അടൂരിലെ വീട്ടിൽ നിന്ന് മടങ്ങുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഈ പോലീസ് നടപടിക്കെതിരെ വലിയ തരത്തിൽ പ്രതിഷേധമാണ് ഉണ്ടായിരിക്കുന്നത്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കിടയിലും കോൺഗ്രസ് പ്രവർത്തകർക്കിടയിലും ഒക്കെ തന്നെ വലിയ പ്രതിഷേധം ഉണ്ടായിരുന്നു. പ്രതീക്ഷ, ഒരു കാര്യം, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബിൻ വർക്കി ഇപ്പോൾ നമുക്കപ്പോൾ ടെലിഫോണിൽ ചേരുന്നു. അബിൻ, ഗുഡ് മോർണിംഗ്. പറയൂ, നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? അല്ല, ഇത് പോലീസ് തുടരുന്ന വേട്ടയുടെ ഭാഗമാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം സെക്രട്ടേറിയറ്റ് മാർച്ചുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഏതാണ്ട് 28ഓളം പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് അവർ 18 ദിവസം ജയിലറകളിൽ കിടന്നതാണ്. അതിനകത്ത് യൂത്ത് കോൺഗ്രസിന്റെ 2 സംസ്ഥാന ഉപാധ്യക്ഷന്മാരുണ്ടായിരുന്നു, 2 വനിതകൾ അടക്കമുള്ളവർ 18 ദിവസം ജയിലറകളിലായിരുന്നു. അവർക്ക് ജാമ്യം ലഭിച്ചത് ഈ കഴിഞ്ഞ ദിവസമാണ്. അപ്പോ അങ്ങനെ ഒരു കേസിൽ സാധാരണ നിങ്ങൾക്കൊക്കെ അറിയാവുന്നതുപോലെ തന്നെ ഒരു സെക്രട്ടേറിയറ്റ് മാർച്ചുമായി ബന്ധപ്പെട്ട കേസിൽ ഇത്രയധികം പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തതിന് ശേഷം അവരുടെ റിമാൻഡ് പൂർത്തിയായി പുറത്തിറങ്ങുന്നതിന് ശേഷം വീണ്ടും ഒരു അറസ്റ്റ് പ്രധാന നേതൃനിരയിലേക്ക് വരുന്നത് അസ്വാഭാവികമാണ്. അത് യൂത്ത് കോൺഗ്രസിനെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുന്നതിനോടൊപ്പം തന്നെ നിയമപരമായി ആക്രമിക്കാനും കൂടെ ശ്രമിക്കുകയാണ് എന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. പക്ഷേ ഇതിലെ പ്രത്യേകത തിരുവനന്തപുരത്ത് കഴിഞ്ഞ 20 ദിവസമായി വിവിധ പരിപാടികളിൽ പങ്കെടുത്ത വ്യക്തിയാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ്. ഈ അറസ്റ്റ് നടന്ന ഉടൻ തന്നെ തിരുവനന്തപുരത്തുണ്ടായിരുന്നു. അതിനുശേഷം വിവിധ പരിപാടികളുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്തുണ്ടായിരുന്നു. നിങ്ങൾ മാധ്യമങ്ങളെ അടക്കം തിരുവനന്തപുരത്ത് വെച്ച് കണ്ടതാണ്. പക്ഷേ ഈ തിരുവനന്തപുരത്ത് വെച്ച് ഒന്നും അറസ്റ്റ് ചെയ്താതെ വീട്ടിൽ വന്ന് പാത്തും പതുങ്ങിയിരുന്ന് വീട്ടുകാരുടെ മുമ്പിൽ വെച്ച് അറസ്റ്റ് ചെയ്ത് രേഖപ്പെടുത്തിക്കൊണ്ട് പോകാൻ മാത്രം എന്ത് കുറ്റമാണ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ചെയ്തത് എന്നുള്ളതാണ് നമുക്ക് ചോദിക്കാനുള്ളത്. കാരണം അദ്ദേഹം ഒരു പിടികിട്ടാ പുള്ളിയല്ല, അദ്ദേഹത്തെ വിളിച്ചാൽ വരാത്തതായിട്ടുള്ള ഒരു വ്യക്തിയല്ല, അദ്ദേഹം ഇൻവിസിബിൾ ആയി നടക്കുന്ന ഒരു വ്യക്തിയല്ല, ആവശ്യത്തിലധികം വിസിബിലിറ്റി ഉള്ള ഒരു വ്യക്തിയാണ്. അങ്ങനെ ഒരു വ്യക്തിയെ വീട്ടിൽ കയറി ചെന്ന് കന്റോൺമെന്റ് പോലീസ്, തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസ് വീട്ടുകാരുടെ മുമ്പിൽ വെച്ച് രാവിലെ അറസ്റ്റ് ചെയ്ത് രേഖപ്പെടുത്തിക്കൊണ്ട് പോയാൽ യൂത്ത് കോൺഗ്രസിനെ ഭയപ്പെടുത്താമെന്നാണ് ഈ പോലീസും സർക്കാരും ഒക്കെ വിചാരിക്കുന്നതെങ്കിൽ അതൊക്കെ അവരുടെ സ്വപ്നങ്ങൾ മാത്രമാണ് എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ശക്തമായ പ്രതിഷേധം, ഇതുമായി ബന്ധപ്പെട്ട് ശക്തമായ പ്രതിഷേധം ഉണ്ടാകും. ഇന്ന് രാവിലെ തന്നെ ജില്ലാ കമ്മിറ്റികളുടെ മാർച്ച് രാവിലെ 11 മണിക്ക് എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും ഉണ്ടാകും. സംസ്ഥാന തലത്തിൽ ഏറ്റവും അടിത്തട്ട് വരെയുള്ള പ്രതിഷേധ സമരങ്ങളാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു അബിൻ വർക്കി. ഇപ്പോൾ ഇടുക്കിയിലെ MP ഡീൻ കുര്യാക്കോസിന്റെ പ്രസ്താവന കൂടി വരുന്നു, അതിലേക്ക്. കേരളത്തിൽ യൂത്ത് കോൺഗ്രസ് ഒന്ന് സജീവമായപ്പോഴേക്കും കേരള ഗവൺമെൻറ് അഥവാ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മുട്ടിടിച്ച് വിറയ്ക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ വന്നിട്ടുണ്ട്.
രാഹുൽ മാങ്കൂട്ടം യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് എന്നുള്ള നിലയിൽ സമരത്തിന് നേതൃത്വം കൊടുത്തിട്ടുണ്ട്. അത് യൂത്ത് കോൺഗ്രസിൻ്റെ ഡ്യൂട്ടിയാണ്. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തെ ഇത്രമാത്രം എന്തിനാണ് സർക്കാർ ഭയക്കുന്നത് എന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. രാഹുൽ സമരം ചെയ്തതിൻ്റെ പേരിലാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് എങ്കിൽ അങ്ങനെ അറസ്റ്റിനെയും അങ്ങനെ മുഖ്യമന്ത്രിയുടെ ഭീഷണിയെയും ഒന്നും ഭയപ്പെട്ട് പിന്മാറുന്ന ഒരു പാരമ്പര്യം യൂത്ത് കോൺഗ്രസിനുമില്ല, യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റിനുമില്ല. ഇപ്പോൾ PC വിശ്വനാഥ് MLA നമുക്കൊപ്പം ചേരുന്നു. PC വിശ്വനാഥ്, യഥാർത്ഥത്തിൽ വളരെ അപ്രതീക്ഷിതമായ ഒരു സാഹചര്യത്തിൽ പത്തനംതിട്ടയിലെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വീട്ടിൽ കടന്നു എന്നാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. അദ്ദേഹത്തെ നേരത്തെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പറഞ്ഞതുപോലെ തിരുവനന്തപുരത്ത് വെച്ച് തന്നെ അറസ്റ്റ് ചെയ്യാമായിരുന്നു. എന്തിനാണ് ഈ നേരം വെളുക്കുന്നതിന് മുമ്പ് വീട്ടിലെത്തി അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നത് മനസ്സിലാകുന്നില്ല. ഈ പോലീസിനെ ഉപദേശിക്കുന്ന ആളുകളുടെ മാനസിക പ്രശ്നമാണോ എന്നുകൂടി നമുക്ക് സംശയിക്കേണ്ടതുണ്ട്. വിവരങ്ങൾ പറയൂ. മൊത്തത്തില് കേരളത്തിന്റെ പോലീസിനും ആഭ്യന്തര വകുപ്പിനും ഭ്രാന്ത് പിടിച്ചിരിക്കുകയാണ്. അടിയന്തര ചികിത്സ കൊടുത്തില്ലെങ്കിൽ കേരളത്തിന്റെ പൊതുസമൂഹത്തിന് അപകടകരമാകുന്ന രൂപത്തിലാണത്. ഉദാഹരണത്തിന് 24 ന്യൂസിൽ തന്നെ ഒരു മാധ്യമ പ്രവർത്തകർക്കെതിരെ എടുത്ത കേസ് നമ്മുടെ മുമ്പിലുണ്ട്. രാഹുൽ മാങ്കൂട്ടം തിരുവനന്തപുരത്തുണ്ടായിരുന്നു, രാഹുൽ മാങ്കൂട്ടം ഇന്നലെ കൊല്ലത്തുണ്ടായിരുന്നു, ഞാനും രാഹുൽ മാങ്കൂട്ടവും ഒരുമിച്ചുണ്ടായിരുന്നു ഇന്നലെ കൊല്ലത്ത്. കലോത്സവത്തിന്റെ നഗരിയിൽ അദ്ദേഹം വന്നിരുന്നു. അതിനുശേഷം അദ്ദേഹത്തിന്റെ വെളുപ്പാങ്കാലത്ത് വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്യാൻ പാകത്തിൽ അദ്ദേഹം വലിയ കൊടും ക്രിമിനൽ വല്ലതാണ്. ഇവിടുത്തെ കൊടും ക്രിമിനലുകൾ ഇവിടെ വിലസുകയാണ്. അവരെ ആരും അറസ്റ്റ് ചെയ്യുന്നുമില്ല. ഇത് മാത്രമല്ല, ഇതിനു മുമ്പ് ഒരു കേസിൽ അദ്ദേഹത്തിനോട് ഹാജരാകാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം ഒരവധി പോലും ചോദിക്കാതെ ഹാജരായിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിനോട് സ്റ്റേഷനിൽ വരാൻ പറഞ്ഞാൽ ചെല്ലുന്നയാളാണല്ലോ. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് അല്ലേ. അദ്ദേഹത്തിന് വെളുപ്പാങ്കാലത്ത് വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക, അറസ്റ്റ് ചെയ്യും എന്നൊക്കെ പറഞ്ഞാൽ ഈ ഗവൺമെന്റിന്റെ പ്രയോറിറ്റികൾ മാറി ഇത്തരത്തിൽ എന്തെങ്കിലുമൊക്കെ കാണിച്ച് ശ്രദ്ധ തിരിച്ച് ഭരണപരാജയം മറച്ചു വെക്കാൻ ശ്രമിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, താങ്ക് യു PC വിശ്വനാഥ് MLA. എന്തായാലും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നമുക്കൊപ്പം ചേരുന്നു. നമസ്കാരം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, പറയൂ. നമസ്കാരം. ഈ അറസ്റ്റിനെ കുറിച്ച് താങ്കളുടെ അഭിപ്രായം എന്താണ്? പ്രത്യേകിച്ച് രാവിലെ വീട്ടിൽ പത്തനംതിട്ടയിൽ എത്തിയൊക്കെ കൊണ്ടുപോയി. പ്രേരിതമാണ്. കേരളത്തിലെ ഒരു പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനം, പ്രത്യേകിച്ച് അതിന്റെ യുവജന പ്രസ്ഥാനം, ഒരു സമരമേ നടത്തരുത് എന്നുള്ള അടിച്ചമർത്തൽ വാദം ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ടോ? അപ്പൊ അതുകൊണ്ട് അടിച്ചമർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റുമോ? ജനവികാരത്തെ അടിച്ചമർത്തി എത്ര കാലം മുന്നോട്ട് പോകാൻ പറ്റും? അതുകൊണ്ട് സ്വാഭാവികമായും ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് തികച്ചും ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള നടപടിയാണ്. ഒരു കാരണവശാലും ഉൾക്കൊള്ളാൻ കഴിയില്ല. പ്രത്യേകിച്ച് മാർക്സിസ്റ്റ് പാർട്ടി നേതൃത്വം കൊടുക്കുന്ന ഒരു ഭരണ സംവിധാനത്തിൽ സമരത്തെ അടിച്ചമർത്തുന്നത് നിങ്ങളുടെ ഒരു നിലപാടാണോ എന്ന് ഞമ്മക്ക് അവരോട് ചോദിക്കേണ്ടി വരില്ലേ? മാർക്സിസ്റ്റ് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോയുടെ അഭിപ്രായം എന്താണ്? മാർക്സിസ്റ്റ് പാർട്ടി ദേശീയ നേതാക്കന്മാരുടെ അഭിപ്രായം എന്താണ്? അടിച്ചമർത്തൽ വാദമാണ് ഇന്ത്യയിൽ ഉണ്ടാകേണ്ടത് എന്ന് അവർക്ക് അഭിപ്രായമുണ്ടോ? അപ്പോൾ ഒരു പ്രാദേശികമായി ഒരു സംസ്ഥാനത്ത് അധികാരം കിട്ടി എന്നുള്ളത് കൊണ്ട് പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനം, പ്രത്യേകിച്ച് അതിന്റെ യുവജന പ്രസ്ഥാനത്തെ അടിച്ചമർത്തി വാഴാം എന്നാരെങ്കിലും മിഥ്യാധാരണ വെച്ചാൽ അത് നിലനിൽക്കുമോ? അതുകൊണ്ട് അതിനെതിരായിട്ട് കേരള ജനസമൂഹം ഒരുമിച്ച് അവരുടെ ശബ്ദം ഉയർത്തും. താങ്ക് യു ശ്രീ തിരുവഞ്ചൂർ. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.